നമസ്കാരം, വെൽബിൻ റെക്കോർഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹീറോയുടെ സൂം 125 എന്ന പെർഫോമൻസ് സ്കൂട്ടറാണ്. നല്ല മൈലേജും ലുക്കും പെർഫോമൻസും എല്ലാം നൽകുന്ന ഈ അടിപൊളി വാഹനം ഹീറോ നിരത്തിൽ എത്തിച്ചിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളോട് കൂടിയാണ്. പുതിയ തലമുറയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയാണ് ഹീറോ ഈ വാഹനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഈ വാഹനത്തിന്റെ ഓരോ ഭാഗത്തിൽ നിന്നും വളരെ പ്രകടവുമാണ്. കോളേജ് സ്റ്റുഡൻസിനെയും യങ് പ്രൊഫഷണൽസിനെയാണ് ഹീറോ ഈ വാഹനം കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത്. 125 സ്കൂട്ടർ സെഗ്മെന്റിലെ ഏറ്റവും സ്പോർട്ടി ലുക്കുള്ള സ്കൂട്ടർ കൂടിയാണ് സൂം 125. ഈ ഒരു 125cc സെഗ്മെന്റിലെ ഏറ്റവും ഫാസ്റ്റായ വാഹനം കൂടിയാണ് സൂം 125. 0 to 60 km സ്പീഡ് എടുക്കുവാനായി സൂം 125 എടുക്കുന്നത് വെറും 7.6 സെക്കൻഡ്സ് മാത്രമാണ്. വാഹനത്തിന്റെ സ്പോർട്ടി ലുക്ക് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും വാഹനം നൽകുന്ന ആ ലുക്ക് തന്നെയാണ് ഈ സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങളിൽ നിന്നും ഈ വാഹനത്തെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും നിയറസ്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് യമഹയുടെ റേ ZR, സുസുക്കിയുടെ അവാനിസ്, ടിവിഎസിന്റെ എൻടോർ, ഹോണ്ടയുടെ ഡിയോ എന്നീ മോഡലുകളാണ്. എന്നാൽ ഈ മോഡലുകളിൽ നിന്നെല്ലാം സൂമിനെ വ്യത്യസ്തനാക്കുന്നത് ഇതിന്റെ ടയർ സൈസ് കൊണ്ടാണ്. ഈ സെഗ്മെന്റിലുള്ള ഏറ്റവും വലിയ ടയർ സൈസ് നൽകുന്നത് സൂം 125 ആണ്. 14 ഇഞ്ച് ഡയമണ്ട് കട്ടുള്ള അലോയ് വീൽസിൽ വരുന്നത് വളരെ വൈഡായിട്ടുള്ള ട്യൂബ്ലെസ് റേഡിയൽ ടയേഴ്സ് ആണ്. അതിൽ ബാക്ക് സൈഡിൽ 120/70യും ഫ്രണ്ടിൽ 110/80 എന്ന സൈസിലുള്ള ടയറുമാണ് നൽകിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അലോയ് വീൽ ഡിസൈൻ ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇത് ഈ വാഹനത്തിന് വളരെ നല്ല ഒരു സ്പോർട്ടി ലുക്കാണ് നൽകുന്നത്. വലിയ ടയർ സൈസും റിം സൈസും ആയതുകൊണ്ട് തന്നെ വാഹനത്തിന് നല്ല സ്റ്റെബിലിറ്റിയും റൈഡിംഗ് കംഫർട്ടും എല്ലാം നൽകുന്നു. ഈ സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് വീൽ ബേസ് വളരെ കൂടുതലാണ്. വീൽ ബേസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റി ഈ വാഹനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ നല്ല വൈഡർ ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ കോർണറിംഗ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് 220mm ഡിസ്ക് ബ്രേക്ക് ആണ്. അതിൽ ബൈബ്രിയുടെ ട്വിൻ കാലിപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല ബ്രേക്കിംഗ് ഉറപ്പുവരുത്തുന്നു. ബാക്ക് സൈഡിലെ ബ്രേക്ക് വന്നിരിക്കുന്നത് നോർമൽ ഡ്രം ബ്രേക്സ് ആണ്. അതിൽ കമ്പൈൻഡ് ബ്രേക്ക് സിസ്റ്റവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ള പാനൽ എഡ്ജസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ പാനലിന്റെ ഒത്ത നടുക്കായി ഹീറോയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് സെറ്റ് ഒരു കംപ്ലീറ്റ് LED പാനലായിട്ടാണ് ഹീറോ നൽകിയിരിക്കുന്നത്. രാത്രിയിലൊക്കെ നല്ല വിസിബിലിറ്റി നൽകുന്ന ട്വിൻ പ്രൊജക്ടർ ലാംപ്സ് ആണ് വാഹനത്തിന് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ വശങ്ങളിലായി കൊടുത്തിരിക്കുന്ന DRL ലൈറ്റ്സ് ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പ്രകാശിക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ്. ഇങ്ങനെ സീരീസ് ആയി തെളിയുന്ന ലൈറ്റുകൾക്ക് സീക്വൻഷ്യൽ ബ്ലിങ്കേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം സാധാരണയായി കണ്ടുവരുന്നത് ഹൈ എൻഡ് വാഹനങ്ങളിൽ മാത്രമാണ്. കൂടാതെ വാഹനത്തിന്റെ ഫ്രണ്ട് സസ്പെൻഷൻ എടുത്തു പറയേണ്ട ഒന്നാണ്. സാധാരണ ബൈക്കുകളിൽ കണ്ടുവരുന്നത് പോലെയുള്ള 30mm ടെലിസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷനാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വാഹനത്തിന്റെ ബാക്കിലെ സസ്പെൻഷൻ വരുന്നത് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത മോണോഷോക്ക് സസ്പെൻഷൻ ആണ്. ഓഫ്സെറ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹാർഡ് അല്ലാത്തതും സോഫ്റ്റ് അല്ലാത്തതുമായ നല്ല ഒരു സസ്പെൻഷൻ മികവായിരിക്കും വാഹനത്തിൽ നിന്നും ലഭിക്കുക. ഒരു മൾട്ടി ഫംഗ്ഷൻ ഇഗ്നിഷൻ കീ ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ബൂട്ട് ഓപ്പൺ ചെയ്യാനും പെട്രോൾ ലിഡ് ഓപ്പൺ ചെയ്യാനും ഈ കീ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി അലാം ആയി ബീപ്പ് സൗണ്ടും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ റൈഡർ പെട്രോൾ ലിഡ് ക്ലോസ് ചെയ്യാൻ മറന്നുപോയാൽ ഓർമ്മപ്പെടുത്തുന്നതിനായി ഉപകരിക്കുന്നു. 17 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തോടൊപ്പം ലഭിക്കുന്നത്. കൂടാതെ ബൂട്ടിനുള്ളിൽ ഒരു LED ബൂട്ട് ലാമ്പും നൽകിയിട്ടുണ്ട്. ഈ ബൂട്ട് സ്പേസ് കൂടാതെ 2 ലിറ്ററിന്റെ 2 സ്റ്റോറേജ് സ്പേസ് കൂടി നൽകിയിട്ടുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിലെ സ്റ്റോറേജ് സ്പേസിനുള്ളിലാണ് മൊബൈലും മറ്റും ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ ചാർജിംഗ് പോർട്ട് ഒരു ഫ്ലെക്സിബിൾ ചാർജിംഗ് പോർട്ട് ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ഉപയോഗിക്കുവാൻ. ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൂടാതെ സീറ്റിന്റെ തൊട്ട് താഴെയായി ക്യാരി ബാഗ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. യൂത്തിനെ ലക്ഷ്യമിട്ട് ഇറക്കിയിട്ടുള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ നല്ല നീളമുള്ളവർക്കും അനായാസം ഇരുന്ന് യാത്ര ചെയ്യാൻ ഉതകുന്ന രീതിയിലാണ് ഇതിന്റെ ലെഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫാമിലി യൂസിനായി വാങ്ങുന്നവരെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ് ഈ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത്. ടോട്ടൽ സീറ്റ് ഹൈറ്റ് വരുന്നത് 777mm മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് റൈഡേഴ്സിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. സൂം 125ന്റെ സീറ്റിന്റെ ഡിസൈൻ എടുത്തു പറയേണ്ട ഒന്നാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് സീറ്റിന് നൽകിയിരിക്കുന്നത്. സീറ്റിന്റെ പിൻഭാഗത്തായി സൂം എന്ന ബാഡ്ജിങ്ങോട് കൂടിയ ഒരു ടാഗ് നൽകിയിട്ടുണ്ട്. ഇത് നല്ല ഒരു പ്രീമിയം ഫീലാണ് വാഹനത്തിന് നൽകുന്നത്. ഹ്രസ്വദൂര യാത്രകൾക്കും ദൂരയാത്രകൾക്കും എല്ലാം നല്ല കംഫർട്ട് നൽകുന്ന ഒരു കുഷ്യനിങ് ആണ് ഈ സീറ്റ് നമുക്ക് നൽകുന്നത്. റൈഡർ സീറ്റിനെ അപേക്ഷിച്ച്
പില്ലിയൻ സീറ്റ് ഒരല്പം ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ പിന്നിലിരിക്കുന്ന യാത്രക്കാരനും നല്ല റോഡ് വിസിബിലിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ വാഹനത്തിൽ ഹീറോ കിക്ക് സ്റ്റാർട്ട് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. 125cc എയർ കൂൾഡ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 9.8 ഹോഴ്സ് പവർ ആണ്. അതുപോലെ 10.4 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. വളരെ നല്ല സ്റ്റൈലിഷും സ്പോർട്ടിയുമായിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. കൂടാതെ അതിന് മുകളിലായി ഒരു എക്സോസ്റ്റ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ടു നോക്കാം. നല്ല സ്പോർട്ടിയും ബൾക്കി ലുക്കുമുള്ള ഈ വാഹനത്തിന്റെ കെർവ് വെയിറ്റ് വരുന്നത് 120 കിലോഗ്രാം ആണ്. ഈ സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 7 കിലോയോളം ഭാരം കൂടുതലാണ് ഈ വാഹനത്തിന്. ഭാരം അല്പം കൂടുതലാണെങ്കിലും ഈ വാഹനം സെന്റർ സ്റ്റാൻഡിൽ കയറ്റുവാനൊക്കെ വളരെ ഈസിയാണ്. കൂടാതെ സേഫ്റ്റിയുടെ ഭാഗമായി സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഈ സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങളിൽ നിന്നും സൂമിനെ വ്യത്യസ്തനാക്കുന്ന മറ്റൊരു ഘടകമാണ് ഇതിന്റെ ടെയിൽ ലാമ്പ് സെക്ഷൻ. ഒരു സ്പ്ലിറ്റ് ടെയിൽ ലാമ്പ് ആണ് ഈ വാഹനത്തിന് ഹീറോ നൽകിയിരിക്കുന്നത്. രണ്ട് ബ്രേക്ക് ലൈറ്റുകളുടെയും ഒത്ത നടുക്കായിട്ടാണ് ഹീറോയുടെ ലോഗോ കൊടുത്തിരിക്കുന്നത്. ഇത് വാഹനത്തിന് നല്ല ഒരു ഭംഗി നൽകുന്നുണ്ട്. അതിന് തൊട്ടു താഴെയായി കാണുന്ന മഡ്ഗാർഡിലാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും നമ്പർ പ്ലേറ്റ് ഉറപ്പിക്കാനുള്ള സ്ഥലവും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു മാക്സി സ്കൂട്ടറിന് ചേരും വിധമാണ് ഇതിന്റെ മഡ്ഗാർഡ് ഡിസൈൻ വന്നിരിക്കുന്നത്. മഡ്ഗാർഡിന് പുറമെ നല്ലൊരു ടയർ ഹഗ്ഗറും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. നല്ല വീതിയുള്ള ടയർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചെളി തെറിക്കാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കാം മഡ്ഗാർഡിന് പുറമെ ഒരു ടയർ ഹഗ്ഗർ കൂടി വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ബോഡി കളേർഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ഏരിയയിൽ ഹീറോയുടെ ബാഡ്ജിംഗ് കൊടുത്തിരിക്കുന്നു. വളരെ ബേസിക് ആയ ഒരു മീറ്റർ കൺസോൾ ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. സിമ്പിളും യൂസ്ഫുൾ ആയതുമായ അത്യാവശ്യം ഇൻഫർമേഷൻ ഒക്കെ ഹീറോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫ്യൂവൽ ഗേജ്, സ്പീഡോമീറ്റർ, ഡിജിറ്റൽ ക്ലോക്ക്, അതിനു പുറമെ ചെറിയ ഒരു MID ഡിസ്പ്ലേയും ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ട്രിപ്പ് 1, ട്രിപ്പ് 2 എന്നിവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ട്രിപ്പ് 1ൽ ടോട്ടൽ കിലോമീറ്റർ, ആവറേജ് സ്പീഡ് എന്നിവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഈ മീറ്റർ കൺസോളിൽ കലണ്ടർ, ടോട്ടൽ റേഞ്ച് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൺട്രോൾ സ്വിച്ചസ് ഒക്കെ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ തീമിലാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല ഒരു പ്രീമിയം ഫീൽ നൽകുന്നുണ്ട്. ഇടതുവശത്തേക്ക് വരികയാണെങ്കിൽ ഹെഡ്ലൈറ്റിന്റെ ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൂടാതെ ഹോണിന്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി വലതുവശത്തേക്ക് വരികയാണെങ്കിൽ മുകളിലായി I3S ഓൺ ഓഫ് സ്വിച്ചും താഴെ എഞ്ചിൻ സ്റ്റാർട്ട് സ്വിച്ചും കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിന്റെ ടോപ്പ് എൻഡ് മോഡലുകളിൽ സ്റ്റാർട്ടർ ബട്ടൺ ഇലുമിനേറ്റഡ് ആണ്. ഇത് രാത്രിയിൽ സ്റ്റാർട്ട് ബട്ടൺ ഈസിയായി കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ഈ ഒരു ഓപ്ഷൻ മറ്റ് കൺട്രോൾ സ്വിച്ചുകളിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. രണ്ട് വേരിയന്റുകളിലായിട്ടാണ് ഹീറോ ഈ വാഹനത്തെ നിരത്തിൽ എത്തിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനമാണ് ടോപ്പ് എൻഡ് മോഡൽ. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,28,000 രൂപയാണ്. നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യാനായി അനുവദിച്ചു തന്നത് മല്ലപ്പള്ളിയിലെ സിയോൺ ഓട്ടോമൊബൈൽസ് ആണ്. സിയോൺ ഓട്ടോമൊബൈൽസിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓൾ ന്യൂ 2025 ഹീറോ സൂം 125 എക്സ് ടെക് മോഡലിന്റെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.